ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും റെസിപ്പിയാണെന്ന്. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതൊരു തംബ്നെയിലിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതുപോലെ വെച്ചതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻട്രോയും കൂടെ പറഞ്ഞേക്കാലോ എന്ന് വിചാരിച്ചു. നമ്മുടെ തോരനാണിത്, വാഴക്കുടപ്പനും പരിപ്പും ചേർത്തിട്ടുള്ള തോരൻ. അപ്പോൾ പരിപ്പുണ്ട്, വാഴക്കുടപ്പനുണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്തോ ഇത് രണ്ടും ചേർത്തിട്ടുള്ള റെസിപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാവരും തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വാഴക്കുടപ്പനും ചെറുപയറും ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ പരിപ്പ് ചേർത്തിട്ടും തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വാഴക്കുടപ്പൻ എടുത്തിട്ടുണ്ട്. വാഴക്കുടപ്പൻ എന്നാണ് ഇവിടെയൊക്കെ പറയുക, വാഴച്ചുണ്ട് എന്നൊക്കെ പല സ്ഥലത്തും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുക അത് തന്നെ. അപ്പോൾ വാഴക്കുടപ്പൻ എടുക്കുക ഒരെണ്ണത്തിലേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു 3/4 കപ്പ് പരിപ്പ്, വേവിക്കുന്നതിന് മുന്നേയുള്ള അളവാണ് 3/4 കപ്പ്. ഞാനിപ്പോൾ അത് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലല്ല വേവിച്ചെടുത്തിരിക്കുന്നത്. കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് വല്ലാതെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ വേവിച്ചെടുത്തതാണ്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം കൂടുതലാണെങ്കിൽ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. ഉടഞ്ഞു പോകരുത് പരിപ്പ്, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതിലേക്കായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു 3 ഉള്ളിയും 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ വെളുത്തുള്ളിയാണ്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വാഴക്കുടപ്പനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകിയിട്ടാണ് ഞങ്ങളിവിടെ കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി പുറമേയുള്ള ആ ഒരു 6-7 ലെയറങ്ങ് പൊളിച്ചു മാറ്റും. നമ്മൾ വാഴക്കുടപ്പൻ കട്ട് ചെയ്തതിന് ശേഷം കഴുകില്ല കേട്ടോ, വെള്ളത്തിലേക്ക് ഇടില്ല. ഇത് നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയിലാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കട്ട് ചെയ്യാം. ടേസ്റ്റ് നമ്മൾ വെള്ളത്തിലിടാതെ എടുക്കുന്നതിനാണ്, അതിൻ്റെ കറിയൊക്കെ പോകുന്നതിനാണ് നമ്മൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വാഴക്കുടപ്പൻ ഇത് കണ്ടോ, ആദ്യം കണ്ടതല്ലല്ലോ, നമ്മൾ പൊളിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ക്യാബേജൊക്കെ കൊത്തി അരിയുന്ന പോലെ കൊത്തി അരിഞ്ഞെടുക്കുക. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ മുറിച്ച് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ വാഴക്കുടപ്പൻ നമ്മൾ മുറിച്ചതിന് ശേഷം ഇതാ ഇത് കണ്ടോ, വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഞാനിപ്പോൾ ഒരു 2.5 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണം ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ചേർക്കേണ്ടത് ജീരകമാണ്. ജീരകം ചതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ജീരകം വറുത്ത് പൊടിച്ചതാണിത്. ഇത്രയും ചേർത്ത് നമ്മുടെ തോരൻ്റെ ഭാഗത്തിലൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴക്കുടപ്പനിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് പഴിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി അതിലേക്കാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് അരപ്പിൽ ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒതുക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. പരിപ്പ് വേവിച്ച് വെച്ചാൽ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴക്കുടപ്പനിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വറവിട്ടിട്ടാണ് ഈ ഒരു തോരൻ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് വറവ് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം കേട്ടോ, 2 രീതിയിലും ചെയ്യാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരു പാത്രം കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ ആദ്യമേ വറവിട്ടിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുകിനി ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്കിനി വറ്റൽമുളക് ചേർക്കണം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴക്കുടപ്പൻ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വാഴക്കുടപ്പനിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക.
ഇതൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കിപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വാഴക്കുടപ്പൻ വേവ് കിട്ടും. അധികം സമയമില്ല, ഇതിന് വേവ് അധികമില്ല. അപ്പോൾ ഞാൻ ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്, വലിയ ബർണറിലല്ല. വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പാനിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബർണറിൽ തന്നെ വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം ഉപ്പൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ചാക്കിയിട്ടാണ് അടച്ചു വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ ഇരിക്കട്ടെ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വാഴക്കുടപ്പൻ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. വാഴക്കുടപ്പനൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടി പോരുത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ തോരൻ്റെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ തോരൻ കഴിക്കാവുന്നതാണ് കേട്ടോ. വാഴക്കുടപ്പൻ തോരൻ മാത്രമായിട്ട് കഴിക്കാം. പിന്നെ പയറും പരിപ്പൊക്കെ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് നമ്മുടെ തോരന്. അതുകൊണ്ടാണ് നമ്മൾ പയറും പരിപ്പൊക്കെ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മാത്രം തോരനായിട്ട് കഴിക്കാവുന്നതാണ്. ഇതൊരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റും ഉള്ളിയുടെ റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം വേണം നമ്മൾ പരിപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ. വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉണ്ടോ നമ്മൾ ചട്ടിയിൽ വേവിച്ചതുകൊണ്ട് നമ്മുടെ പരിപ്പ് വിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞിരിക്കും. ഒട്ടും തന്നെ നമുക്ക് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ കഴിക്കാൻ അത്ര സുഖം തോന്നില്ല പരിപ്പ് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്കൊന്ന് വീണ്ടും അടച്ചു വയ്ക്കാം. ഇതെല്ലാം ചേർന്നൊന്ന് മിക്സായി പരിപ്പിലേക്കും എല്ലാം എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തോരൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ പരിപ്പ് ചേർത്ത് നമ്മൾ വാഴക്കുടപ്പന അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് ആയി. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ബർണറായിരിക്കണം, വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ തോരൻ സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടുകൂടി സെർവ് ചെയ്യരുത് കേട്ടോ. ചൂടൊന്ന് മാറി വരുമ്പോൾ കഴിക്കുക. അപ്പോഴാണ് ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ആ ഒരു വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി. ഇനിയിപ്പോൾ തോരൻ എടുത്ത് വയ്ക്കുക. ചൂട് മാറിക്കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക, കഞ്ഞിയുടെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ, ഈസിയാണോ. പിന്നെ ഞാൻ എടുത്തത് തൂരപ്പരിപ്പാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. തൂരപ്പരിപ്പാണ് ഈ ഒരു തോരനിലേക്കൊക്കെ നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.